കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള ട്രെയിൻ സമയം വൈകി. ഇനി ലഭിക്കുമോ എന്നുള്ള പരിഭ്രമത്തിലാണ് കൽക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രൈവർ അതിവേഗം കാർ ഓടിച്ചു പോകുന്നത്. ട്രെയിൻ നഷ്ടപ്പെട്ടാൽ യാത്ര മുഴുവൻ പാഴായി. ഇനി എപ്പോഴാണ് വരാൻ സാധിക്കുക എന്നുള്ള ചിന്തയാണ് മനസ്സ് നിറയെ. ട്രെയിൻ പോയാവോ? ഡ്രൈവർ ഏതായാലും അതിവേഗം 1 മണിക്കൂർ കൊണ്ട് ചണ്ഡീഗഡിൽ നിന്ന് കൽക്കയിലെത്തുമെന്ന് പറഞ്ഞ കാറ് 2.5 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. ഇല്ല, പോയിട്ടില്ല. ട്രെയിൻ പോയിട്ടില്ല, റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇതാണ് നമ്മുടെ നാരോ ഗേജ് ട്രെയിൻ, ടോയ് ട്രെയിൻ. കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കും തിരിച്ചും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളാണ്. ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംലയിലേക്കുള്ള ട്രെയിനാണ്, ടോയ് ട്രെയിനാണ്, മീറ്റർ ഗേജ് ട്രെയിൻ. ഹിമാലയൻ ഖീൻ ട്രെയിനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 11:55. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ നിന്ന് യാത്ര മുഴുവനായിട്ട് നമുക്കിന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് കാണാം. സന്തോഷകരമായ ഒരു യാത്ര നമുക്കിന്ന് ആസ്വദിക്കാം. ഏതായാലും ഈ യാത്ര കഴിഞ്ഞതിന് ശേഷങ്ങൾ ട്രെയിൻ പതുക്കെ പുറപ്പെടുകയാണ്. 2000-ഓളം അടി ഉയരത്തിലേക്ക് നമ്മുടെ ട്രെയിൻ പച്ചക്കൊടി കണ്ടു. പതുക്കെ ഷിംല കുന്നുകളിലേക്ക്, ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംല കുന്നുകളിലേക്ക് നമ്മുടെ ട്രെയിൻ കൂകിപ്പാഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോഴും 100 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ കേടുപാടുകളില്ലാത്ത റെയിൽപാത. ഈ കുന്നിൻ മുകളിലേക്ക് ഹിമാലയൻ ഖീൻ എന്ന് പേരിട്ട ഈ ട്രെയിൻ പതുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ കാരണം മിക്കയിടങ്ങളിലും മലയിടിച്ചിലുണ്ടായതുകൊണ്ട് റോഡ് ഗതാഗതം താറുമാറായിരിക്കുന്നു. പക്ഷേ 103 വർഷമായി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവ നിർമ്മിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ അതീവ ഗൗരവത്തോടു കൂടി നിർമ്മിച്ചതുകൊണ്ട് ഇപ്പോഴും കേടുകൾ സംഭവിക്കാതെ ഈ പാത സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ട്രെയിനിലുള്ള യാത്ര തുടങ്ങി. കുറച്ചാൾ ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കൂടുതൽ ആളുകളില്ല ഈ ട്രെയിനിൽ. പൊതുവെ ഇന്ന് മറ്റ് മാസങ്ങളോളം കാത്തിരിക്കുന്ന ഒരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇന്ന് സന്തോഷകരമായ യാത്രയാണ്. വളരെ കാലമായി, ഞാൻ 22 വർഷം മുമ്പ് ഈ ട്രെയിനിൽ സഞ്ചരിച്ചതാണ്. പിന്നീട് ഒന്ന് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം പലപ്പോഴും ഉണ്ട്. ഈ ഹെറിറ്റേജ് ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യാൻ. സമുദ്രനിരപ്പിൽ നിന്ന് 655 മീറ്റർ ഉയരത്തിലുള്ള കൽക്കയിൽ നിന്ന് 2076 മീറ്റർ ഉയരത്തിലുള്ള ഷിംലയിലേക്കുള്ള മനോഹരമായ യാത്രയുടെ തുടക്കമാണ്. 2008 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ റെയിൽവേ പാത കേവലം ഒരു ഗതാഗത മാർഗമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും എഞ്ചിനീയറിംഗ് മികവിൻ്റെയും അടയാളമായി അവ ഇന്നും തുടരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനാണ് 1898 ഈ പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1903 നവംബർ 9 വൈസ്രോയി ലോർഡ് കഴ്സൺ ഇത് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ നീളം 96.6 കിലോമീറ്ററാണ്. 2 അടി 6 ഇഞ്ച് വീതിയുള്ള നാരോ ഗേജ് പാതയാണ് കൽക്ക ഷിംല റെയിൽവേ പാത. 102 തുരങ്കങ്ങൾ, 864 പാലങ്ങൾ, 919 വളവുകൾ, അങ്ങനെ സംഭവ ബഹുലമാണ് ഈ റെയിൽപാത. കമ്പ്യൂട്ടറുകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ഈ തുരങ്കങ്ങളൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച പുരാതനമായ മൾട്ടി ആർച്ച് പാലങ്ങളുടെ ദൃശ്യങ്ങൾ
നമ്മുടെ ട്രെയിൻ ഇതാ തൂകിപ്പാഞ്ഞ് മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഓരോ നിമിഷവും പുതിയ പുതിയ തുരങ്കങ്ങൾ, പുതിയ പുതിയ പാലങ്ങൾ, ആർച്ച് പാലങ്ങൾ, വളവുകൾ, തിരിവുകൾ, കുത്തനെയുള്ള കയറ്റങ്ങൾ. അങ്ങനെ ഈ ട്രെയിൻ പതുക്കെ ഹിമാലയൻ കുന്നിന് മുകളിലുള്ള ഷിംലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ ട്രെയിൻ പതുക്കെ മുകളിലേക്ക് കയറി കയറി ഏതാണ്ട് 1800 അടി ഉയരത്തിലേക്ക് കയറിപ്പോവുകയാണ്. വർഷം പിന്നിട്ടിരിക്കുന്ന, അതായത് 1903 കമ്മീഷൻ ചെയ്ത ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന ഷിംലയിലേക്കുള്ള കൽക്കയിൽ നിന്നുള്ള ഹിൽ ട്രെയിനാണ്, അതായത് ടോയ് ട്രെയിൻ എന്ന് വിളിക്കുന്ന ഈ ട്രെയിനിൽ 4.5 മണിക്കൂർ എടുത്തിട്ടാണ് ധാരാളം പാലങ്ങൾ, അതേപോലെ തുരങ്കങ്ങൾ, വളവുകൾ, 100 കണക്കിന് പാലങ്ങൾ, നദികളെയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ കുന്നിൻ മുകളിലേക്ക് പോകുന്ന ഈ മനോഹരമായ മീറ്റർ ഗേജ് ട്രെയിനിലാണ് റെയിൽവേയിലൂടെ കടന്നു പോവുകയാണ് മലൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഈ യാത്ര ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു സുന്ദരമായ യാത്രയാണ് ഇതുവഴി നമുക്ക് ലഭ്യമാകുന്നത്. ചാരങ്ങളിലൂടെ, ഓരങ്ങളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ റെയിൽവേ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും നിറഞ്ഞ കാടുകളിലൂടെ, കുത്തനെയുള്ള മലഞ്ചെരുവുകളിലൂടെ ട്രെയിൻ ഇഴഞ്ഞു നീങ്ങുകയാണ്. 22 മുതൽ 25 കിലോമീറ്റർ വരെയാണ് ശരാശരി വേഗത. ഇത് യാത്രക്കാർക്ക് ഹിമാലയത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ അവസരം നൽകുന്നു. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ, ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനമുണ്ട്. എന്നാലും റെയിൽവേക്ക് കാര്യമായ കേടുപാടുകളില്ല. താഴെക്കൂടെ റോഡ് പോകുന്നു, കുത്തനെ മുകളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഹൈവേ പല സ്ഥലത്തും തടസ്സപ്പെട്ടിട്ടും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ റെയിൽ പാതയ്ക്ക് കാര്യമായ കേടുപാടുകളില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും കാര്യമായ ഇതേപോലെയുള്ള ആർച്ച് പാലങ്ങളാണ്. നിരന്തരമായ ആർച്ചുകൾ നിർമ്മിച്ചുകൊണ്ട് ചെറിയ ചെറിയ ആർച്ച് പാലങ്ങൾ കൊണ്ടാണ് പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അവ ഇന്നും കേടുകൂടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. കമ്പ്യൂട്ടറുകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെയാണ് 100ഓളം തുരങ്കങ്ങൾ നിർമ്മിച്ചത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അവ ഇന്നും കേടുകൂടാതെ ഇടിഞ്ഞു പോവുകയോ മറ്റ് പ്രകൃതിക്ഷോഭത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യാതെ ഇന്നും കരുത്തോടെ തുടരുന്നു എന്നുള്ളതാണ് അത്ഭുതം. നോക്കൂ, മനോഹരമായ കുന്നിൻ ചെരിവുകൾ. മറുഭാഗത്ത് ഹൈവേ കാണാം. ഇതാ ഹിമാലയൻ കുന്നുകൾ, ഷിംല കുന്നുകളെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനിയും സഞ്ചരിക്കാനുണ്ട്. നല്ല അരുവികൾ, പൈൻ മരങ്ങൾ, ദേവദാരു വൃക്ഷങ്ങൾ, പുൽമേടുകൾ,
എന്നിവ കടന്നുകൊണ്ട് ട്രെയിൻ മുകളിലോട്ട് സഞ്ചരിക്കുകയാണ്. സാവകാശം 25 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കാഴ്ചകൾ വളരെ മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇതാ മറ്റൊരു തുരങ്കം. മുകളിലൂടെ നാഷണൽ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുവട്ടിലൂടെ ട്രെയിൻ കടന്നു പോകും. കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ യാത്രയിൽ നമുക്കുള്ളത്. ഇരുവശത്തും ഓരോ നിമിഷവും മാറി മറിയുന്ന കുന്നിൻ ചെരുവുകളും പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ് ഈ ട്രെയിനിനെ അല്ലെങ്കിൽ ഈ ട്രെയിൻ സർവീസിനെ ഇപ്പോഴും യാത്രക്കാരുടെ ഏറ്റവും സന്തോഷമുള്ള യാത്രകളിലൊന്നാക്കി നിലനിർത്തുന്നത്. പല സ്ഥലങ്ങളിലും കുത്തനെ മുകളിലേക്ക് കല്ലുകൾ വെച്ച് കെട്ടിപ്പൊക്കിയ റെയിൽപാതയാണ്. നോക്കൂ, ഇടതുവശത്ത് വലിയ താഴ്ചയാണ്. അതിന് മുകളിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. മറ്റൊരു തുരങ്കം. എത്ര മനോഹരമാണ്, സുന്ദരമായ കാഴ്ചകൾ. മലനിരകൾക്കിടയിലൂടെ ഹിമാലയൻ ഖീൻ എന്ന് പറയുന്ന ഈ നാരോ ഗേജ് റെയിൽപാതയിലൂടെ ഈ ട്രെയിൻ പതുക്കെ മൂളിപ്പറന്ന് മുകളിലോട്ട് ഇഴഞ്ഞ് കയറിപ്പോവുകയാണ്. ഇതാ തൊഴിലാളികൾ ഇവിടെയൊക്കെ ഇടിച്ചിൽ ഒരു ഭാഗത്ത് ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ റെയിൽ ഗതാഗതത്തിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പോഴപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും മറ്റൊരു തുരങ്കം വരികയാണ്. മനോഹരമായ പുൽമേടുകൾ, പൈൻ മരങ്ങൾ. ഇവിടെ ഇതാ ചാക്ക് കെട്ടി റെയിൽ താൽക്കാലികമായി നന്നാക്കിയതാണ്. അതിന് മുകളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. താൽക്കാലിക സംരക്ഷണം ഭിത്തിയാണ് തീർത്തിരിക്കുന്നത്. ശക്തമായ മഴ പെയ്തതുകൊണ്ട് പല സ്ഥലത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. റോഡ് ഗതാഗതം. നോക്കൂ, മറ്റൊരു ആർച്ച് പാലം. ഈ രീതിയിലാണ്, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് അക്കാലത്ത് ബ്രിട്ടീഷുകാർ പാലങ്ങൾ നിർമ്മിച്ചത്. ഒരു ഇടത്താവളമാണ്. ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. രണ്ട് ട്രെയിനുകൾ തമ്മിൽ പാസ് ചെയ്യുന്നതും ഇവിടെയാണ്. വിദേശികളൊക്കെ ധാരാളമായിട്ടുണ്ട് തിരിച്ചു വരുന്ന ട്രെയിനിൽ. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങി കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കച്ചവടക്കാരുണ്ട്. മനോഹരമായ കാഴ്ചകളാണ് വീണ്ടും നമ്മൾ കാത്തിരിക്കുന്നത്.
നാം പതുക്കെ ഷിംലയോട് അടുത്തടുത്ത് വരികയാണ്. തണുപ്പ് കൂടി. ഇയാളിതാ കടലയും മുളകും ഒക്കെ ചേർത്തുകൊണ്ടുള്ള, അതേപോലെ സവാളയും ചേർത്തുകൊണ്ടൊരു പലഹാരമാണ്, ഒരു ലഘുഭക്ഷണം. അപ്പോൾ 20 രൂപയാണ് ഒന്നിന്. തൽക്കാലം അത് വാങ്ങി കഴിക്കാന്നുള്ള നിലക്കാണ് അത് വാങ്ങിയത്. ചനാദാൽ നമ്മുടെ ട്രെയിനിൽ ഇലയിലാണ് പൂർണ്ണമായിട്ടും. നല്ല മഴ തുടങ്ങി വീണ്ടും. ഹിമാചൽ പ്രദേശിലെ മിക്ക റോഡുകളും ഒഴുകിപ്പോയിരിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ മിക്ക റോഡുകളും ഒഴുകിപ്പോയിട്ടുണ്ട്, ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റെയിൽ ഗതാഗതം അപ്പോഴും മുടക്കം കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്നു. കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള റെയിൽവേ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ റെയിൽവേ ഒരു അത്ഭുത നിർമ്മാണമാണ്. കേവലം 5 വർഷം കൊണ്ട് ഈ 96 കിലോമീറ്റർ നീളത്തിൽ, അതിന് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കുകയായിരുന്നു. ഞാൻ മുംബൈ വന്നിട്ടുണ്ട്, പക്ഷേ അന്ന് ഇതേപോലെ എനിക്ക് നോക്കാനോ പഠിക്കാനോ സാധിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇവിടെ തന്നെ 10 അടി താഴെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ്. ആ കെട്ടിപ്പൊക്കിയ മതിലിന് മുകളിലൂടെയാണ് റെയിൽ പോകുന്നത്. തന്നെയല്ല 100ഓളം തുരങ്കങ്ങൾ, 800ഓളം പാലങ്ങൾ, അതിനേക്കാൾ കൂടുതൽ എത്രയോ ഗർത്തങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വളവുകൾ, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഈ മലയുടെ മുകളിലേക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ 2000-ന് താഴെയായിട്ട് മീറ്റർ സമുദ്രനിരപ്പിനേക്കാൾ 2000-ഓളം മീറ്റർ ഉയരത്തിലാണ് ഷിംല സ്ഥിതി ചെയ്യുന്നത്. ഈ ഉയരത്തിലേക്ക് ഈ ട്രെയിനിനെ 123 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. ഹിറ്റാച്ചിയോ കമ്പ്യൂട്ടറോ മറ്റ് യന്ത്രങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത്. തന്നെയല്ല തുരങ്കങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാലും പല തുരങ്കങ്ങളും ഉള്ളിൽ വളഞ്ഞും തിരിഞ്ഞുമാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും അത്ഭുതമുള്ളൊരു നിർമ്മാണം എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നതാണ്. ആർക്ക് അതിശയിപ്പിക്കും? എല്ലാവരും ഒന്ന് വന്ന് യാത്ര ചെയ്യണം. കൽക്ക വരെ ട്രെയിനിൽ വന്ന് അവിടെ നിന്ന് മുകളിലോട്ടുള്ള ഈ ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്ത് കയറണം. വന്നാൽ ടിക്കറ്റ് കിട്ടില്ല, നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് യാത്ര ചെയ്യണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഈ നൂറ്റാണ്ടിലെ അത്ഭുത നിർമ്മാണങ്ങളിൽ ഒന്ന് തന്നെയാണ്. കാരണം ഇന്നത്തെ പുതിയ ഹൈവേകളൊക്കെ തന്നെ പലതും മണ്ണൊലിപ്പിലും വെള്ളച്ചാട്ടത്തിലൊക്കെ ഒലിച്ചു പോവുകയാണ്, ഹിമാചലിലും ഈ ഉത്തരേന്ത്യയിലൊക്കെ. പക്ഷേ ഈ 123 വർഷമായിട്ട് ഇത് ഇതേപോലെ നിൽക്കുകയാണ്. ട്രെയിൻ പതുക്കെ ഷിംല സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇതാ നമ്മൾ 2000-ഓളം അടി ഉയരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമുദ്രനിരപ്പിനേക്കാൾ 2000, അതായത് 1500 അടി ഉയരത്തിലേക്കാണ് ഈ ട്രെയിൻ കയറി വന്നിരിക്കുന്നത്. ഷിംല പട്ടണം ഇതാ മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. മഴ പെയ്തതുകൊണ്ടുള്ള ചെറിയ പ്രകൃതി പ്രയാസങ്ങളുണ്ട്. ഇതാ നമ്മുടെ ട്രെയിൻ ഏതാണ്ട് ഷിംല പട്ടണത്തിലേക്ക്, ഷിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ വന്നപ്പോഴൊക്കെ 100 കണക്കിന് ജമ്മു കാശ്മീരിൽ നിന്നുള്ള തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ അല്ല, ജമ്മുവിൽ നിന്നുള്ള തൊഴിലാളികൾ അവരിവിടെ വന്ന് ചുമട്ട് തൊഴിലാളികളായിട്ട് നമ്മുടെ ബാഗ് ഇറങ്ങുന്നതിന് മുമ്പ് അവർ തോളിലേറ്റി ഹോട്ടലിലേക്കും മറ്റും കൊണ്ടുപോകുന്ന കാഴ്ച. തന്നെയല്ല ഹോട്ടൽ ചെലവ്, താമസ ചെലവ് ഇവിടെ വളരെ കൂടുതലാണ്. പൊതുവേ ഷിംലയിൽ താമസ ചെലവ് നേരത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തവണ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ താമസിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഇതാ നമ്മുടെ ട്രെയിൻ
ഷിംല സ്റ്റേഷനിൽ ഇതാ എത്തി. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരിൽ ഇപ്പോൾ പഴയ ആളുകളൊക്കെ അത് അവിടെ ഉണ്ട്. പ്രായമുള്ള ആളുകൾ ഇവരൊക്കെ ജമ്മുവിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. ഇവിടുത്തുകാരല്ല, ജമ്മുവിൽ നിന്ന്. ഇപ്പോൾ പുതിയ തലമുറ കുറേ വന്നു തോന്നുന്നു. ഷിംല റെയിൽവേ സ്റ്റേഷനിലാണ്. കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഷെയർ ചെയ്യണം. ഹായ്, നന്ദി, നമസ്കാരം.